ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലാണ് ക്ഷമ കൊടുക്കലാകുന്നുള്ളൂ. നമ്മൾ ക്ഷമ പറയുന്നുണ്ട്, നമ്മൾ ക്ഷമ കൊടുക്കുകയും ചെയ്യണം. ആരോടൊക്കെ? എല്ലാവരോടും പറയണം. ആദ്യം സ്വന്തം അമ്മയോട്, പെറ്റമ്മയോട്. പെറ്റമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അമ്മയെ മനസ്സിൽ കാണണം. അമ്മയെ മനസ്സിൽ കണ്ടിട്ട് അമ്മയോട് ക്ഷമ. അമ്മയോട് അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് വയറ്റിൽ കിടന്ന സമയത്ത് അമ്മ വയറ്റിട്ട് ചവിട്ടിയിട്ടുണ്ടാവാം. അപ്പൊ അതിനൊരു ക്ഷമയെങ്കിലും പറയണ്ടേ? അതിന് ക്ഷമ പറഞ്ഞാൽ മതി. ചിലർ പറയും എനിക്ക് ജീവിച്ചിരിപ്പില്ല എൻ്റെ അമ്മ. ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അടുത്തത് അച്ഛനോടും ക്ഷമ പറയണം. ഇത് തന്നെ സെയിം വാചകം. ആരും പോയി നേരെ പോയി പറയണ്ട. അവരവരുടെ കട്ടിലേൽ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ മതി അച്ഛനോട്. അടുത്തത് ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്. ഇത് സെയിം വാചകം. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്. മക്കളോട് പറയേണ്ടി വരും. ഇനി അമ്മായി അമ്മയോട് പറയണോ? പറഞ്ഞേ പറ്റൂ. അമ്മായി അമ്മയോട്, അമ്മായി അച്ഛനോട്, സ്വന്തക്കാരോട്, ബന്ധുക്കാരോട്, സുഹൃത്തുക്കളോട്, വിരോധികളോടും. വിരോധികളില്ലേ? അപ്പൊ കടുത്ത വിരോധമുള്ള ഒരു അയലന്തരത്തുകാര്, ആ ആള് എതിരെ നടന്നു വരികയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്നു, വിരോധി എതിരെ നടന്നു വരുന്നു. ഒരൊറ്റയടി പാതയാണ് അവിടെ. ആ പരിസരത്തൊന്നും ആരുമില്ല. രണ്ടുപേരും തമ്മിൽ അടുക്കും തോറും നമ്മളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? എന്തെങ്കിലും വ്യത്യാസം വരുമോ? വരില്ലേ? ഹാർട്ട് ബീറ്റ് കൂടില്ലേ? നെഞ്ചിടിപ്പ് കൂടും, ഇടിപ്പ് കൂടും. എന്തിനാ ഇടിക്കണേ? ഒന്നും ചെയ്തില്ലല്ലോ. പക്ഷേ അയാളുടെ മേൽ ഉള്ള നമ്മളുടെ വിരോധം നമ്മളുടെ ഹാർട്ടിനെ കൂടുതൽ ഇടിപ്പിക്കുമെങ്കിൽ ആ ഓരോ ഇടിയും രക്തത്തിലേക്ക് വിഷം പമ്പിക്കും. ആ വിഷം നമ്മൾക്ക് കേടാണ്, നമ്മുടെ ശരീരത്തിന് കേടാണ്. അതുകൊണ്ട് ആ വിരോധിയെ തലയിൽ നിന്നും എടുത്ത് കളയണം. ശരീരത്തിന്റെ രക്ഷയ്ക്കായിട്ട് നമ്മൾ വിരോധിയെ നമ്മുടെ തലയിൽ നിന്ന് ആ ഭാരം ഇറക്കി താഴത്തോട്ട് വെക്കുന്നു. 1 മാസം പ്രാക്ടീസ് ചെയ്തിട്ട് ദി സെയിം ഇൻസിഡന്റ്, എതിരെ വിരോധി നടന്നു വരുന്നു, നമ്മൾ നടന്നു പോകുന്നു. കൂളായിട്ട് നടന്നു പോകും. അയാളുടെ ഹാർട്ട് ഇടിക്കുന്നുണ്ടാവും, മനസ്സിലായില്ലേ? അയാളുടെ ഹാർട്ട് ഇടിക്കുന്നുണ്ടാവും, നമുക്ക് നടന്നു പോകാൻ പറ്റും. അങ്ങനെ ലോകത്ത് ഇതല്ലാതെ ഒരു മരുന്നില്ല മനസമാധാനത്തിന്. മനസമാധാനം എന്ന് പറയുന്നതിന് മരുന്ന് ഈ ഒരൊറ്റ കാര്യമുള്ളൂ. വേറെ എന്തെല്ലാം പഠിച്ചാലും ശരി ഇല്ല. ക്ഷമ പറയലും ക്ഷമ കൊടുക്കലും.